യുഎഫ ചാമ്പ്യൻസ് ലീഗിന്റെ ആദ്യപാദ മത്സരത്തിൽ ഒരു ടീം എതിരില്ലാത്ത 3 ഗോളുകൾക്ക് പരാജയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ആ ടീമിന്റെ തിരിച്ചുവരവിനുള്ള സാധ്യത എത്ര? ഇങ്ങനൊരു ചോദ്യം ഫുട്ബോൾ ആരാധകരുടെ മുന്നിലേക്ക് വെക്കുമ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഉത്തരം ഇനിയൊരു സാധ്യതയുമില്ലെന്ന് തന്നെയായിരിക്കും. പക്ഷേ ഒരു കാര്യം മാറ്റി നിർത്തിയാൽ ആ മത്സരം റയൽ മാഡ്രിഡിന്റെ സാന്റിയാഗോ ബെർണാബുവിലെ പോരാട്ടം ആവരുത്. ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമല്ലെന്ന് നാഴികയ്ക്ക് 40 വട്ടം വിമർശകർ വിളമ്പുമ്പോഴും അവരുടെ ഉള്ളിലടിക്കുന്ന ആ ഭയത്തിന്റെ കാറ്റുണ്ടല്ലോ, അതങ്ങനെ വെറുതെ ഉണ്ടായതല്ല. കഴിഞ്ഞ കുറെ വർഷങ്ങളായി റയൽ മാഡ്രിഡ് മൈതാനത്ത് നടത്തിയ കളിമികവും അർപ്പണബോധവും കൊണ്ട് നേടിയെടുത്ത സ്വത്താണത്. അങ്ങനെ ആരാധകർ കാത്തിരുന്ന ആ തകർപ്പൻ പോരാട്ടം ഇതാ കൺമുന്നിലെത്തി നിൽക്കുന്നു. ഇനി ആ പോരാട്ടത്തിലേക്ക് മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമേ ബാക്കിയുള്ളൂ. പറഞ്ഞു വരുന്നത് ആഴ്സണലും റയൽ മാഡ്രിഡും തമ്മിലുള്ള മത്സരത്തെ പറ്റിയാണ്. മറ്റന്നാൾ രാത്രി, അതായത് ഏപ്രിൽ 17 പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 ഈ മത്സരം നടക്കുന്നത്. ആരാധകർ കാത്തിരുന്ന യുഎഫ ചാമ്പ്യൻസ് ലീഗിലെ ആ രണ്ടാം പാദ മത്സരം. സമീപകാല കണക്കുകൾ പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ ആഴ്സണലിന് മുൻതൂക്കം ലഭിച്ചേക്കാം. കാരണം കഴിഞ്ഞ 5 മത്സരങ്ങളുടെ കണക്കുകൾ നോക്കിയാൽ റയൽ മാഡ്രിഡ് ജയിച്ചത് 2-2 മത്സരങ്ങൾ മാത്രമാണ്. ആഴ്സണൽ ആവട്ടെ കഴിഞ്ഞ 9 മത്സരങ്ങളായി പരാജയം അറിഞ്ഞിട്ടേയില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എങ്ങനെയാണ് ആഴ്സണലിന് മുൻതൂക്കം നൽകാൻ സാധിക്കുക? ഇത് യുഎഫ ചാമ്പ്യൻസ് ലീഗിന്റെ വേദിയാണ്, റയൽ മാഡ്രിഡിന്റെ സ്വന്തം ടൂർണമെന്റ്. ആ വേദിയിൽ ഈ കണക്കുകൾക്കൊന്നും പ്രസക്തിയില്ല. അവിടെ റയൽ മാഡ്രിഡ് പല അത്ഭുതങ്ങളും കാണിക്കും. അത് കാണുക, ആസ്വദിക്കുക. പ്രധാന താരങ്ങളിൽ പലർക്കും പരിക്കാണെങ്കിലും നല്ല ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ആഴ്സണലും ഉള്ളത്. ആദ്യപാദ മത്സരത്തിൽ അത്ര മികച്ച പ്രകടനമാണ് അവർ നടത്തിയത്. ഇങ്ങനെ ഒരു വലിയ പോരാട്ടം നടക്കുമ്പോൾ ആ മത്സരം എങ്ങനെ കാണാമെന്നതും ആരാധകർക്കുണ്ടാകുന്ന പ്രധാന സംശയമാണ്. ഈ മത്സരം ഇന്ത്യയിൽ ടെലിവിഷനിൽ തത്സമയം സംപ്രേഷണം ചെയ്യുന്നത് സോണിയുടെ ചാനലുകളിലായിരിക്കും. സോണി ലീവ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് മൊബൈൽ ഫോണിലും ഈ മത്സരം കാണാൻ സാധിക്കും. ഈ കളി കാണാനുള്ള മറ്റു മാർഗങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിട്ടുള്ള നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ മറക്കാതെ ജോയിൻ ചെയ്യൂ. കാത്തിരിപ്പുകൾ അതിന്റെ അവസാനത്തിലേക്ക് അടുക്കുന്നു. ആരൊക്കെയായിരിക്കും യുഎഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിൽ എത്തുക? അത് അറിയാൻ ഇനി മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ബാക്കിയുള്ളൂ. റയൽ മാഡ്രിഡ് ആ പട്ടികയിൽ ഉണ്ടാകുമോ? എന്നിരുന്നാലും അതിനുള്ള ഉത്തരം റയൽ മാഡ്രിഡ് ആഴ്സണൽ മത്സരം കഴിയുന്നതോടെ ലഭിക്കും. ചിലർ പറയാറുള്ളത് പോലെ സാന്റിയാഗോ ബെർണാബുവിലെ ആ 90 മിനിറ്റുകൾക്ക് ചിലപ്പോൾ ഒരു നൂറ്റാണ്ടിന്റെ ദൈർഘ്യം തോന്നിച്ചേക്കാം. ആരാധകരേവരും ഈ മത്സരത്തിനായുള്ള കാത്തിരിപ്പിലാണ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.